അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ സേനാപതി അവസാനം വേണു പറഞ്ഞു വെച്ച ആ വാചകം സ്വന്തം വകുപ്പിൽ നീക്കിയിരിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് ബജറ്റിനെ ആകെ എതിർക്കൽ എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം നിലനിൽക്കത്തക്കതാണ്. ഇത് പറയുമ്പോൾ 8,000-ൽ പരം കോടി രൂപയുടെ തദ്ദേശ വിഹിതം നീക്കിവെച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നിലാണ് ഏറ്റവും വലിയ നീക്കിയിരിപ്പിലേക്ക് എന്ന നിലയിലുള്ള വിലയിരുത്തൽ ആ മേഖലയുമായി കടന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നീക്കിയിരിപ്പ് അത് ഓരോ മേഖലയും ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ ഓരോന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ തരത്തിലൊരു സമീപനം വന്നിട്ടുണ്ട്. പൊതുവിൽ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, പക്ഷേ കേരളം വളരുകയാണ് എന്നൊരു യാഥാർത്ഥ്യം സാമ്പത്തിക സർവേ റിപ്പോർട്ട് തന്നെ മുൻപോട്ട് വെച്ചിരുന്നു. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതാവുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം മോദി സർക്കാർ ഈ സർക്കാരിനോട് കാട്ടുന്ന സമീപനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അവിടെയാണ് മന്ത്രി GR അനിലിൻ്റെ പരാമർശത്തെ ഒരു മന്ത്രിക്ക് പോലും അതൃപ്തി ബജറ്റിനോട് എന്ന നിലയിൽ ഉദാഹരിക്കാൻ സേനാപതി വേണു ശ്രമിച്ചത്. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നു. പൊതുവിൽ ഈ ബജറ്റ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്നൊരു ബജറ്റാണോ ഈ പ്രതിസന്ധി കാലത്ത്? അരുൺ. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷകളുടെ ഒരു സൂര്യോദയം എന്ന് തന്നെയാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു മേഖല ടച്ച് ചെയ്യാത്ത ഒരു മേഖലയുമില്ല. കാരണം കൃത്യമായി ശരത് എക്കോ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് എനിക്ക് തന്നെ തിരിച്ചു കേൾക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു മേഖല ടച്ച് ചെയ്യാത്തതില്ല. കാരണം എല്ലാ മേഖലകളിലും കൃത്യമായി ഇടപെടൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് വന്നു, 52 മിനിറ്റ് കൊണ്ട് അത് അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിൽ ഏതെങ്കിലും തരത്തിലൊരു പുതിയ ഇടപെടൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. 25 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടി എന്നതാണ് പറഞ്ഞത്. പക്ഷേ അതിനുവേണ്ടി മാനദണ്ഡം നിശ്ചയിച്ചു പറഞ്ഞത് സ്വന്തമായി ബാത്റൂമുള്ള എല്ലാവരും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ് എന്നതാണ്. അതായത് കൂടുതൽ ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാക്കാൻ വേണ്ടി രേഖ താത്തി വരയ്ക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ നോക്കിയേ, വിദ്യാഭ്യാസമായാലും തൊഴിലായാലും സാമൂഹ്യ സുരക്ഷയായാലും അതുപോലെ തന്നെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും എത്ര കൃത്യമായിട്ടുള്ള ഇടപെടലാണ് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. UDF തന്നെ ഓടെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഓടെ പറഞ്ഞു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ. പക്ഷേ UDFൻ്റെ ഓരോ നേതാക്കന്മാരും അതുപോലെ സാധാരണ പ്രവർത്തകരുമെല്ലാം ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇത്ര മികച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോഴറിയാം, വലിയ രൂപത്തിൽ കേന്ദ്രം സാമ്പത്തികമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും ആ ഉപരോധത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നു. 13-ാം തീയതി സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. 2, 8-ാം തീയതി ഡൽഹിയിൽ വലിയ സമരം നടത്തുകയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മികച്ച ബഡ്ജറ്റ് നമുക്ക് സംഭാവന നൽകിയിരിക്കുകയാണ്. ഒരാൾക്കും വലിയ തരത്തിലുള്ള നികുതി ഭാരം ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ വലതുപക്ഷം പ്രതീക്ഷിച്ചത് വലിയ രൂപത്തിലുള്ള നികുതി ഭാരം അടിച്ചേൽപ്പിക്കും, അതിൻ്റെ ഒരു പ്രതിഷേധം ഇന്ന് മുതൽ രേഖപ്പെടുത്താം എന്ന രൂപത്തിൽ തന്നെയാണ്. പക്ഷേ ഒരു രൂപത്തിലുള്ള നികുതി ഭാരവും വർദ്ധിപ്പിക്കാതെ കേരളത്തിൻ്റെ തനത് നികുതി കൃത്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ നികുതി പിരിവ് കാര്യക്ഷമമായി നടക്കാത്തതുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ട് അത് വർദ്ധിപ്പിക്കാനും പുതുതായി ഉയർന്നു വന്ന മേഖലകളെ ഏറ്റവും കൃത്യമായിട്ട് തന്നെ നികുതി പിരിക്കുവാനും എല്ലാം ഉള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരു ധനകാര്യമന്ത്രി ഏറ്റവും മികച്ച തരത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇവിടെ ആരും ഒരു വിഭിന്ന സ്വരം ഉയർത്തിയതായിട്ട് നാം കണ്ടില്ല. ഇതിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം, ഇവിടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFും BJPയും എല്ലാം ഉയർത്തിയ ചില ആക്ഷേപങ്ങളുണ്ട്. ഈ സദസ്സ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് എന്ന രൂപത്തിലാണ് ആക്ഷേപം ഉയർത്തിയത്. എന്നാൽ നവകേരള സദസ്സിൽ മുന്നോട്ട് വന്ന ആശയങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അവ പദ്ധതികളാക്കി മാറ്റാൻ 1000 കോടി രൂപ മാറ്റിവെച്ചത് വളരെ കയ്യടിയോട് കൂടിയിട്ടാണ് കേരളം സ്വീകരിക്കുന്നത്. കാരണം നവകേരള സദസ്സിന് മുന്നോടിയായിട്ട് നടത്തിയ മേഖലാതല അവലോകന യോഗത്തിലടക്കം ജനങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതികളുടെ പ്രശ്നങ്ങളുണ്ട്. കാരണം കേരള രൂപീകരണത്തിന് ശേഷം തുടക്കം കുറിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിന്നുപോയ വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ മുതൽ നവകേരള സദസ്സിൻ്റെ 140 മണ്ഡലങ്ങളിലും ജനങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളെ പദ്ധതികളാക്കി മാറ്റി ഈ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് വേണ്ടി 1000 കോടി രൂപ മാറ്റിവെക്കുകയാണ്. UDF ചോദിച്ചു, UDF MLA-മാരുടെ മണ്ഡലങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ എന്ന മറുപടി കൊടുത്തപ്പോൾ കൃത്യമായി നവകേരള സദസ്സിന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് മാറുന്നതാണ് നാം കാണുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിയുടെ എല്ലാ മേഖലയെയും
മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പണം മാറ്റിവെച്ചിട്ടുണ്ട്. വ്യവസായ മേഖല ഇപ്പോൾ കോവിഡ് കാലത്ത് പ്രതിസന്ധി നേരിട്ട ഇടത്തരം വ്യവസായം, ചെറുകിട വ്യവസായം, പരമ്പരാഗത വ്യവസായ മേഖലകളിലെല്ലാം നമുക്കറിയാം ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി പരമ്പരാഗത വ്യവസായ മേഖലയെല്ലാം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി ഓരോ മേഖലയെയും ഏറ്റവും മികച്ച തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം നല്ല മുതൽ മുടക്ക് നടത്തിക്കൊണ്ട് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി നമ്മുടെ സ്റ്റേറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഇടപെടലുകളും പ്രഖ്യാപനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ITഐയും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളെയും നൂതന സാങ്കേതിക വിദ്യയും എല്ലാം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ ആ മേഖലകളിലേക്ക് നല്ല രൂപത്തിലുള്ള പണം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് അവയെ കൊണ്ടുവരാനും കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ആധുനികമായിട്ടുള്ള സംഭാവന നൽകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനും എല്ലാം ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയും സ്പെസിഫിക് ആയ ഒരു വിഷയത്തിലേക്ക് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. അതായത് നവകേരള സദസ്സ് അവിടെ ഓരോ ജില്ലയിൽ ഓരോ നിയോജക മണ്ഡലത്തിൽ ഉയർന്ന ആശയങ്ങളോട് ആവശ്യങ്ങളോട് ഇങ്ങനെ ബജറ്റിൽ 1000 കോടി 140 മണ്ഡലങ്ങൾ, അത് മന്ത്രി പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ MLA-മാർ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതാണ്. പക്ഷേ ബജറ്റിൻ്റെ അലോക്കേഷൻ വരുമ്പോൾ 140 മണ്ഡലങ്ങൾക്കും ഒരുപോലെ തന്നെ വരും വിധത്തിൽ 1000 കോടി നീക്കിയിരിപ്പുണ്ടാകും നവകേരള സദസ്സിൻ്റെ ആശയങ്ങൾ നടപ്പാക്കുന്നതുമായി ആ പദ്ധതികൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ റബ്ബറിന് 10 രൂപ, ഈ പ്രതിസന്ധിയിൽ ഒരു 10 രൂപ അധികമായി താങ്ങുവില 170 180 ആക്കുമ്പോൾ അത് കർഷകരെ പരിഹസിക്കാനാണ് ഈ സർക്കാർ ചെയ്യുന്നത്. സേനാപതി പറഞ്ഞത് നിങ്ങൾ 250 അല്ലേ പറഞ്ഞത്, എന്നിട്ടാണോ 10 രൂപ കൂട്ടുന്നത് എന്ന നിലയിലെ ഈ പ്രതിസന്ധിയിലും ആ തീരുമാനത്തെയും പ്രതിപക്ഷം കാണുന്നുള്ളൂ. എന്ത് മറുപടി? ഈ ചോദ്യം കഴിഞ്ഞിട്ട് മതിയോ? ഈ ചോദ്യം അരുൺകുമാർ, ഇവിടെ ഈ ആസിയൻ കരാർ നടപ്പാക്കുമ്പോൾ കൃത്യമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായി പറഞ്ഞതാണ് ഇത് കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ കേരളം പോകുമെന്ന്. അന്ന് റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമ്മൾ ഏറ്റവും കാര്യക്ഷമമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. കാരണം പൊതുവിപണിയിൽ കേരളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരും, അത് പ്രതിസന്ധി ഉണ്ടാക്കും. അന്ന് കോൺഗ്രസ് അത്തരം ശബ്ദമൊന്നും കേട്ടില്ല. ഈ റബ്ബറിൻ്റെ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം കോൺഗ്രസ് ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ 10 രൂപ വർദ്ധിപ്പിക്കാൻ എടുത്ത തീരുമാനത്തെ ഇവർ വിമർശിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയണ്ടേ? കാരണം 180 രൂപയായി റബ്ബറിൻ്റെ താങ്ങുവില ഉയർത്താൻ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കേരളം തയ്യാറായി എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും വിമർശിക്കാൻ കോൺഗ്രസിന് അധികാരമില്ല. കോൺഗ്രസ് റബ്ബർ കർഷകരെല്ലാം വളരെ സ്നേഹത്തോടെ വളരെ ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തെ കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്.